ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നാച്ചു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ഡ്രസ് പർച്ചേസിങ്ങിനാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. കസിൻസ് എല്ലാവരും ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഡ്രസ് നീനുവിന് ഇതാണ് കല്യാണ പെണ്ണിന് നമ്മള് ഡ്രസ് എടുക്കാൻ പോവാണ്. ഫുൾ സെറ്റ് അല്ലേ? അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. പോവാണ് ഗൈസ്. നമ്മൾ ഗൈസ്, പലയിടത്ത് വോയിസ് ഉണ്ടാവത്തില്ല. കാരണം വേറെ ഒന്നുമല്ല, കാറിലും പോകുന്ന കടകളിലെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് പാട്ടിങ്ങനെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. കരുനാഗപ്പള്ളിയിലുള്ള വെഡ്സിൻ്റെയിലാണ് നമ്മളുള്ളത്. നമ്മുടെ ഫാമിലി ഫംഗ്ഷനും പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ കിട്ടാറുള്ളതാണ്. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. പറ. അത് നെറ്റായിട്ട് എന്താടി നെറ്റായതുകൊണ്ട് പച്ചക്ക് എന്താ നെറ്റില്ലായിരുന്നു? പച്ച ഓർഗൻസ് പക്ഷെ പച്ചയായി. ഇത് മുഖത്തൊരു ഡാർക്ക് തോന്നും, ഭയങ്കര ഇരുണ്ട് വെള്ളായി. മൈക്ക് കൊണ്ട് കൊടുത്തിട്ടോ? കല്യാണ വ്ലോഗ് എടുക്കാൻ വന്നിട്ട് പോയി മൊത്തം നമ്മള് ബ്രൈഡ് സെപ്പറേറ്റ് ഉണ്ടല്ലോ. ആദ്യം തൊട്ടൊന്നും ഇതും കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ പച്ചയുടെ അത്ര മറ്റേതും കൂടെ എടുത്തു നോക്ക്. വേറെ വ്യത്യാസം ഒന്നുമില്ലേ? അതുകൂടെ കണ്ടന്റ് ഇട്ടതില്ലേ? അറക്കം വരുന്നോ? ചെറുതായിട്ട് പച്ചയല്ലേ ഭയങ്കര ഇതൊക്കെ ചേരുന്നുണ്ട്. മറ്റേത് അടിപൊളിയാ. ഫസ്റ്റ് എന്നാലും രണ്ടു ഉടുത്തൊക്കെ വന്നല്ലോ ഉമ്മ എടുക്കാൻ. ആ പച്ച തന്നെ വേറെ മോഡലുകളുണ്ട്. കളർ ചേരുന്നുണ്ട്. ഇല്ല, കേൾക്കുന്നുണ്ട്, നല്ല സൗണ്ട്. ഇതൊന്നും പറ്റില്ല.
എന്തിന്? എങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല, എല്ലായിടത്തും പക്ഷെ പച്ച കൊള്ളാം. ഇത് കൊള്ളാം, ഇത് എത്ര ഒരെണ്ണം എടുത്തു? മറ്റേ പറ, അവർക്ക് ഇഷ്ടപ്പെടത്തില്ലേ? എന്നിട്ട് എനിക്ക് വെയിറ്റ് ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഇല്ലയ്യ ആയിക്കോട്ടെ. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ടു? നല്ല ഇറക്കിട്ട് വരാം. വേറെ എക്സ്പീരിയൻസ് അവിടെ വരെയായി? ഉണ്ട്. ഇന്നലെ ഞാൻ വ്ളോഗിലിട്ട് നാണം കെടുന്നില്ലേ? എവിടെ? വെഡിങ് ഡ്രസ് എടുത്തിരിക്കുകയാണ്. വെഡിങ് ഡ്രസ് എടുത്തില്ലേ? വെഡിങ് ഡ്രസ് എടുത്ത് വെഡിങ് ഡ്രസ് എടുത്തിട്ടില്ല. തലേന്ന് മെഹന്തിയുടെ ഡ്രസ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇനി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്തേലും പറയാം. വളർന്നു പോരെ. ഒന്നോട് ക്യാമറ ഓൺ ആയിയോ? നോക്കി ഇവിടെ നോക്കി. ഇവിടെ ഇട്. എനിക്ക് ഇവിടെ സൗണ്ട് അടി. അവിടെ സൗണ്ട് കേൾക്കും. തോൽവി സമ്മതിച്ചാ?
തോറ്റ് പറ്റത്തില്ല, നടക്കത്തില്ല. ഒരാളുടെ മൈക്ക് കയ്യിലുണ്ടല്ലോ. ആർക്കാ? നമ്മൾ ഉദ്ദേശിച്ച ഒന്നും കിട്ടിയില്ല. കൊല്ലത്ത് പോവാന്ന് പറഞ്ഞേ. അവിടെ ചെല്ലുമ്പോ കിട്ടുന്ന സാരി അവിടെ പോയാ പേര് പറഞ്ഞ സ്ട്രൈക്ക് കിട്ടും. ഗൈസ്, ഇവിടെ ബ്രൈഡിന് മാത്രമുള്ള ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മള് ഇവർക്കൊക്കെ എടുക്കാൻ വേണ്ടി വേറെ അടുത്തേക്ക് വേണം. ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. ശോകമുഖമായിട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. കിട്ടിയിട്ടില്ല. ഇനി അടുത്തടുത്ത് പോയി നോക്കണം. എനിക്ക് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ എനർജി ഒക്കെ പോയി. ഫുഡ് അടിക്കണം. അവനത് കണ്ടാ കുട്ടു ഇത് കണ്ടല്ലോ. കുട്ടനെ പറഞ്ഞൊക്കെ കുട്ടു ഇത് കാണുന്ന കമന്റ് ചെയ്യണം. സച്ചു താങ്ക് യു സച്ചു. ഈ വീഡിയോയിൽ ഞാൻ എടുത്തു പറയാണ് സപ്പോർട്ട് ചെയ്യുന്ന സച്ചുവിന് താങ്ക്സ്. അതുപോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം. രണ്ടു വാക്കുപോലെ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്തില്ലേ? ഉണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ആരും ചെയ്യുന്നില്ല. അത് വേറെ കാര്യം. രണ്ടു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. മുന്നേ ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഇത് നമുക്ക് ചെപ്പായി കൊണ്ടെടുപ്പിക്കായിരുന്നു. റിവീൽ ചെയ്യണ്ടേ? വ്ലോഗില് റിവീൽ ചെയ്യണ്ടേ? നൗസ് ഇത് കാണുന്നുണ്ടെങ്കിൽ, നൗസിൽ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ചർച്ചയാണ്. അവിടെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു ഡ്രസ്സൊക്കെ എടുക്കുന്ന കാര്യം ചർച്ചയാണ്. നൗസ് ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നോട്ടീസ്. കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഇതെല്ലാം കാണിച്ചു തരും, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. എത്രയും പെട്ടെന്ന് നാട്ടുകാരികൾ കേട്ടല്ലോ. പെട്ടെന്ന് ലീവ് ഉണ്ടാക്കി നാട്ടിൽ വരണം പറഞ്ഞിരിക്കുകയാണ്.
ഇത് പെട്ടെന്ന് നോക്കിട്ടാ നവീലേ എന്തൊരു തണുപ്പ്. ഓനെ കണ്ട നമ്മള് വെള്ളിയാഴ്ച രാവിലെ ഇല്ലേ പുള്ളിവിടുപ്പെട്ട മതിയോ? ആ പാട് വേണ്ട കിട്ടി. അങ്ങനെ ഒറ്റയ്ക്ക് ഒരുമിച്ച് കൂടെ കാണാം. ഇങ്ങോട്ട് അങ്ങോട്ട് ഇത് ഞാൻ നിങ്ങളോട് ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഞാൻ ബ്ലോഗ് ആയിട്ട് ഇടണോ അതോ കുടുംബകാലമായിട്ട് എന്തായാലും റീച്ച് ആകും. എങ്ങനെയാണല്ലോ ഇഷ്ടം. ഡാഡി ഈസ് കമ്മിങ്. ഡാഡി ഇതാണ്ട് മമ്മൂട്ടിലേക്ക് ഡാഡി ഈസ് കമ്മിങ്. ഫുഡ് കഴിക്കാൻ പോവാണ്. പൊറോട്ട ഉണ്ടാക്കി, ഇടിയപ്പം, ചപ്പാത്തി, അപ്പം, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്. അപ്പം പൊറോട്ട ഇവിടെ ഒന്നൂടെ 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 എന്ത് സാധനം? എന്ത് സാധനങ്ങളുണ്ട്? എന്തുവന്ന് മനസ്സിലാവുന്നുണ്ട്? കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? ആ എന്ത് സാധനം എന്തുവന്ന് റിയൽ പറ, റിയൽ പറ. എന്ത് എനിക്കിത് കണ്ടിട്ട് ചുക്ക് കാപ്പി, കട്ടൻ ചായയുടെ ഒരു ചുക്ക് കാപ്പിയുടെ ഒക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. പാത്ത് കുടിച്ചില്ല? പാത്ത് കുടിച്ചില്ല. നീനോ അത് കുടിച്ചിട്ട് എന്തെങ്കിലും ഫ്ലേവർ വന്നു? എന്ത് ഫ്ലേവറാ പറ. എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് പറയാ. ഏലക്ക,
നിങ്ങൾ മനസ്സിലായി ചെയറ് ഓർഡർ ചെയ്ത് മേടിച്ചാ വേറെ നീ ഓൺലൈനിൽ നിന്ന് ഒരു ചെയർ വാങ്ങിച്ചില്ലായിരുന്നാ എന്നിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴല്ലേ പകുതി കിട്ടിയത്. 6 മാസം നീ അത് ഉപയോഗിക്കാതെ വെച്ചിരുന്നില്ല. എന്തുവാ ചെയറിന്റെ അടിഭാഗം അതിനകത്തോട്ട് എനിക്കായിരുന്നു സംഭവം എന്താണെന്ന് അറിയാം. കുറച്ച് നാൾ ഒരു ഇത് മേടിച്ചായിരുന്നു, ഒരു സ്റ്റൂള്. അപ്പൊ അത് രണ്ടും കൂടെ ഒന്നിന്റെ അകത്ത് വേറെ ഒന്നായിരുന്നു വരുന്നത്. അപ്പൊ ആ രണ്ടും കൂടെ ഒത്തിപ്പിടി ഇരുന്നിട്ട് ഞാൻ 6 മാസത്തോളം ആ സ്റ്റൂള് അങ്ങനെ കൊണ്ട് നടന്നു. അതെന്ത് സംഭവമാണെന്നൊന്നും അറിയാതെ. അപ്പൊ 6 മാസത്തിന് ശേഷം അതിന്റെ അകത്ത് ഒരു 2 പാർട്ടായിട്ട് അത് വരുന്നത്. ഒരു പാർട്ട് ഊരിയിട്ട് 2 പാർട്ടാക്കിയിട്ട് ഒരു സ്റ്റൂള് പോലെ ആക്കി. ഞാൻ അറിയാതെ കുറെ അപ്പൊ അത് പറഞ്ഞിരുന്ന് ചിരിക്കുക. സംഭവം അതാ, പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്ന് ചിരിക്കുക എല്ലാരും. പഴയ കഥകളൊക്കെ എങ്ങനെയുണ്ട് ബ്രോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഉണ്ട്, കൊള്ളാം. ഇടിയപ്പമാണ് ഓർഡർ ചെയ്തത്. ഗായ്സ്, അങ്ങനെ പർച്ചേസിങ്ങും ഫുഡ് അടിയും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. എനിക്കറിയാം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു വീഡിയോ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും തുടർന്ന് വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നതാണ്. ബൈ. ബാ